ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ബ്രെഡ് പക്കോട ഉണ്ടാക്കി കൊടുക്കാൻ പോകണം അമ്മൂന്. അമ്മു ക്ലാസ്സിൽ പോയേക്കാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ വരുമ്പോൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കും വരിക. അപ്പോൾ നമുക്ക് ബ്രെഡ് പക്കോട ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ബാ. അപ്പോൾ ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിനെ ക്യൂബായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തേക്കണേ. ഞാൻ ഈ സൈഡ്സ് കട്ട് ചെയ്തിട്ട് വെറുതെ കളയാറില്ല. വേറെ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് ക്യൂബാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ്. അത് വളരെ ചെറുതായിട്ട് കുരുകുരാന്നരിഞ്ഞ് വച്ചിരിക്കുന്നതാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഈ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ച ബ്രെഡിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മൾ കുരുകുരാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടി ഐറ്റംസ് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം. നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെയാണ്. ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ മാവ് കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഇതിനെ നമ്മൾ എത്തിക്കണം. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സവാളയെല്ലാം മിക്സ് ചെയ്ത് അതിലോട്ട് ചേരണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിലോട്ടൊരു സാധനം ആഡ് ചെയ്യാൻ മറന്നുപോയി. ഉപ്പ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് കുഴച്ചു. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമുക്കിത് മുഴുവൻ ഉരുട്ടിയെടുക്കണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഇതിനെ അങ്ങനെ ബോൾ തന്നെ വേണമെന്നില്ല. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഇതിനെ ഫുള്ള് ചെറിയ ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബോളിൻ്റെ ഷേപ്പിലായിട്ട് നമ്മൾ ചെയ്തേക്കണേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കടായി സ്റ്റൗവിൽ വെച്ച് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഷേപ്പ് മാറ്റാൻ തോന്നിയപ്പോൾ ഈ ബോൾ ഞാൻ പരത്തി എടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണേ. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ടു കേട്ടോ. ഏകദേശം ഒരു 8 എണ്ണം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പിയായ ഒരു സാധനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താവും നമുക്ക് നോക്കാം. നമ്മൾ പിന്നെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം തിരിച്ചിടുക ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ 2 സൈഡും തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ആയി എന്ന് തോന്നുന്നു. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് എടുക്കാം. എണ്ണ ഉള്ളതുകൊണ്ട് ഒരു പേപ്പർ വെച്ച് അതിലേക്കാണ് നമ്മൾ കോരിയിടണേ. അപ്പോൾ കുറേയൊക്കെ എണ്ണ ആ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ പേപ്പറോ ടിഷ്യൂവോ എന്തെങ്കിലും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ട് റെഡിയാക്കി ഇതുപോലെ എടുക്കുകയാണേ. അങ്ങനെ നമ്മൾ പക്കോട ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല. അമ്മൂന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്കിനി അത് അമ്മൂന് കൊണ്ട് കൊടുക്കാം.
അമ്മു വന്നിട്ടുണ്ട്. നമുക്ക് അമ്മുവിന് ചൂടോടെ കൊണ്ട് കൊടുത്തിട്ട് അമ്മുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. ബാ. അപ്പോൾ ഗൈസ്, അമ്മുവിന് വേണ്ടി ഉണ്ടാക്കിയതിന് കുറച്ച് ഞാൻ അടിച്ചു മാറ്റി. ഇതെന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം ഞാനെടുത്ത് കഴിച്ച് നോക്കാൻ പോവാം കേട്ടോ. ക്രിസ്പിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ചൂടോടെ കഴിക്കാനായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പൊടിക്കൂടി ഉപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത്രയേ ഉള്ളൂ. കൊള്ളാം. അപ്പോൾ ഗൈസ്, അമ്മു ഇവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മു ബ്രെഡ് പക്കോട ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എന്താ, എനിക്കെന്താ ഇത്രയൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ക്രിസ്പിയാണോ? അത് ഉണ്ടാക്കി വെച്ച് ചൂടോടെ കഴിക്കണം. ഒരു ഉപ്പിച്ചിരി കുറവുണ്ടോ? കുഴപ്പമില്ല. എനിക്കിച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി. കുഴപ്പമില്ല അല്ലേ? എല്ലാ ദിവസവും പാവം കഷ്ടപ്പെട്ട് പോയിട്ട് വന്നല്ലേ എന്ന് വിചാരിച്ച് വെറുതെ ഉണ്ടാക്കി തന്നപ്പോൾ മുതലെടുക്കല്ലേ സജി. അപ്പോൾ പറ. ട്രൈ ചെയ്യാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, അമ്മ ട്രൈ ചെയ്തോ നല്ല ക്രിസ്പില്ല. ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ഓക്കെ. അപ്പം ശരി എന്നാ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. കാരണം നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ അമ്മൂനിപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കണം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്താ, ഇനിയും ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ.